നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ്? ഇന്നത്തെ സബ്ജക്റ്റ് വളരെ വളരെ സ്പെഷ്യൽ സബ്ജക്റ്റാണ്. നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ ചെറുപ്പത്തിലെ ക്ഷീണം, രോഗം, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത്? ഇത് പ്രായം കൊണ്ടാണോ? അല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രായമാണോ അതിന്റെ പ്രശ്നം? പ്രായം അല്ല എന്നുള്ളത് ചെറുപ്പക്കാർക്ക് വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രായമല്ല അതിന്റെ കാരണം. ഇപ്പൊ വളരെ ചെറുപ്പം 30 വയസ്സ് കഴിഞ്ഞവർക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് വരുന്നു. അത് എന്താണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കണ്ടെത്തി കഴിഞ്ഞതാണ് നമ്മൾക്ക് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത്. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്ക് ക്യാൻസർ വരുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഇതുപോലുള്ള പല പ്രശ്നങ്ങളും 30 വയസ്സ്, ജസ്റ്റ് ഒന്ന് 30 വയസ്സ് കഴിഞ്ഞവർക്ക് സംഭവിക്കുന്നു. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ പ്രധാന കാരണം ടോക്സിൻ അല്ലെങ്കിൽ വിഷാംശമാണ്. വിഷാംശം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എവിടുന്നാണ് വിഷാംശം വരുന്നത്. അത് നമുക്ക് നോക്കാം. എവിടുന്നൊക്കെയാണ് നമ്മൾക്ക് ടോക്സിൻ അല്ലെങ്കിൽ വിഷാംശങ്ങൾ എത്തുന്നതെന്ന് നോക്കാം. ടോക്സിൻ എന്നത് എന്താണ്? അത് എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ ഒഴിവാക്കാം? ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ടോക്സിൻ എന്താണ്. ടോക്സിൻ എന്നത് നമ്മുടെ ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു വിഷാംശമാണ്. അത് എങ്ങനെ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെന്താണ് നമുക്ക് നോക്കാം. ഇത് പുറത്തു നിന്നും വരാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകാം. അത് നമ്മൾക്ക് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന വിഷാംശമുണ്ട്, അതുപോലെ അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുണ്ടാവും. നമ്മൾ ബ്രീത്തിങ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ എമോഷൻസ് അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഓരോ കെമിക്കൽസ് ഉണ്ടാവും. സന്തോഷമുള്ളപ്പോൾ നല്ല കെമിക്കൽസ് ഉണ്ടാവും, അത് നല്ലതാണ്. അതേസമയം നമുക്ക് ദേഷ്യം വരുമ്പോൾ, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ദുഃഖം വരിക, ഇതിനെല്ലാം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽസിനെയാണ് വിഷാംശം എന്ന് പറയുന്നത്, വിഷം എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ടോക്സിൻ കൂടുമ്പോൾ ആരോഗ്യം കുറയും. അതേസമയം ടോക്സിൻ കുറച്ചു കഴിഞ്ഞാൽ ഊർജം കൂടും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ടോക്സിൻ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നോക്കാം. പരിസ്ഥിതി ടോക്സിനുകൾ, പുറമേ നിന്നുള്ള ടോക്സിൻ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. മലിനമായ വായു, കീടനാശിനി, പ്ലാസ്റ്റിക്, മാലിന്യജലം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ശരീരത്തിന് ഉള്ളിലോട്ട് പുറമേ നിന്ന് കടക്കുന്ന വിഷാംശങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ഫലം എന്താണ്? നമ്മളുടെ വായു മോശമാണെങ്കിൽ നമ്മുടെ ശ്വാസകോശ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു. അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷിയെ അത് ബാധിക്കുന്നുണ്ടാവും. പുറമേ നിന്ന് വരുന്ന ഓരോ ടോക്സിനും അതിൻ്റെതായ എഫക്റ്റ് വഴി നമുക്ക് ഓരോരോ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് പുറമേ നിന്നുണ്ടാകുന്ന വിഷാംശങ്ങളാണ്. ഇനി അത് ഏതൊക്കെയാണ്? ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഭക്ഷണ കഴിക്കുന്നത്. ജങ്ക് ഫുഡിൽ നിന്നാണ് അധികവും നമ്മൾക്ക് ഈ പറയുന്നത്. അധികം പഞ്ചസാര, പാക്കറ്റ് ഭക്ഷണം, അമിതവണ്ണം, ഷുഗർ, ക്ഷീണം, ഇതുപോലെ കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടാവും. ഭക്ഷണം, പിന്നെ മരുന്നും നമ്മൾ കഴിക്കുന്നതാണ്. അതിലും ഈ പറയുന്ന കെമിക്കൽസ് ഉണ്ടാകാം. അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് കഴിക്കുന്നത്, നമ്മൾ പുറമേ നിന്ന് പാക്കറ്റ് ഭക്ഷണം വാങ്ങിക്കുന്ന എല്ലാം ഫുഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ ഒരു പ്രൊഡക്റ്റാണ്. അത് പ്രോസസ് ചെയ്ത ഫുഡാണ്. അതുപോലെ തന്നെ ബേക്കറിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര ദിവസം നമ്മൾ ഈ ഫ്രൈ ചെയ്ത പ്രൊഡക്റ്റ് ഒക്കെ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. അപ്പൊ അതൊന്നും അല്ല ശരിയായ നാച്ചുറൽ ആയിട്ട് ഫുഡ്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതിനകത്താണ് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണത്തിലാണ് വൈറ്റമിൻസും മിനറൽസും വളരെയധികം നമ്മളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. വൈറ്റമിൻസും മിനറൽസും നമ്മളുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ബേക്കറി ഫുഡ് എന്താണ്? ബേക്കറി ഫുഡിൽ എന്ന് പറഞ്ഞാൽ ഇത് ഏതൊക്കെ സാധനങ്ങളാണ് ബേസിക് കണ്ടന്റ് എന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം മൈദ എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ആണ്, ഗ്ലൂക്കോസ് ആണ്. അതാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നത്. പിന്നെ ഉള്ളത് വനസ്പതിയാണ്, ഫാറ്റ് എന്ന് പറയും. അത് അധികവും സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ പൂരിത കൊഴുപ്പായിരിക്കും. പൂരിത കൊഴുപ്പ് നമ്മളെ വളരെയധികം ദൂഷ്യം ചെയ്യുന്ന ഒരു ഫാറ്റാണ്. അധികവും നമ്മൾ ഈ കിട്ടുന്ന ഫ്രൈഡ് ചെയ്ത് കിട്ടുന്ന എല്ലാം പൂരിത കൊഴുപ്പാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അപൂരിത കൊഴുപ്പ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് LDL HDL ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതേസമയം നിങ്ങൾ പൂരിത കൊഴുപ്പാണ് കഴിക്കുന്നെങ്കിൽ അത് LDL കൂട്ടും. LDL ആണത്.
അതേസമയം omega-3 പോലെയുള്ള ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിലെ LDL-നെ HDL ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കറിയാം LDL ആണ് നമ്മൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നത്, ഈ പറയുന്ന ബ്ലഡിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ബ്ലഡ് വെസൽസിലൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കി ഹാർട്ട് ഡിസീസിലേക്ക് എത്തുന്നത്. നമ്മുടെ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലും നമ്മുടെ ശരീരത്തിലും പല സ്ഥലങ്ങളിലും ബ്ലോക്ക് വരാം. ഇപ്പോൾ വന്ന് അത് നമ്മുടെ ബ്രെയിനിലുള്ള ബ്ലോക്കേജ് വരെ എത്തി. അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ജങ്ക് ഫുഡ് കഴിവതും ഒഴിവാക്കുക. അതിനകത്തുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആട്ട അല്ലെങ്കിൽ മൈദ, ഷുഗർ ആൻഡ് ഫാറ്റ്. അപ്പൊ ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? അതും ഈ പറയുന്ന ഗ്ലൂക്കോസ് ആണ്. നമ്മൾ വിചാരിക്കും, പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ബ്രെഡിനകത്ത് ഷുഗർ ചേർത്താണ് ബ്രെഡ് കിട്ടിയിരുന്നത്. അതിനുശേഷമാണ് മോഡേൺ ബ്രെഡ് എന്ന് പറഞ്ഞ ഒരു ബ്രെഡ് വന്നപ്പോഴാണ് ഈ ഷുഗറിന് പകരം സാൾട്ടഡ് ബ്രെഡ് കിട്ടാൻ തുടങ്ങി. അന്ന് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഷുഗർ ഇല്ലാത്ത ബ്രെഡ് വളരെ നല്ലതാന്ന് വിചാരിച്ചിട്ട് ആളുകൾ ആ ബ്രെഡ് കഴിക്കാൻ തുടങ്ങി. പക്ഷെ ബ്രെഡിനകത്ത് എന്താണ്? മൈദ എന്ന് പറയുന്നതും ഷുഗറാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള അരിയാഹാരം, ഗോതമ്പ്, മൈദ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ അതിനകത്ത് ഷുഗർ ഇല്ലാന്ന് കരുതി അത് സ്റ്റാർച്ച് അല്ലാതെ മാറുന്നില്ല. ഇപ്പൊ അത് പിന്നെ ഇല്ലാതായി. കാരണം പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് മനസ്സിലാക്കി. ഇപ്പൊ ബേക്കറി ഫുഡിന്റെ ഇതിന്റെ പല കോമ്പിനേഷൻസ് ആണ് ബേക്കറിയിൽ ലഭിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും എന്ന് പറയുന്നത്. അത് എന്തെടുത്തു കഴിഞ്ഞാലും അതിന്റെ എല്ലാം മൈദയുടെയും ഷുഗറിന്റെയും വനസ്പതിയുടെയും പല അളവിലുള്ള കോമ്പിനേഷൻസ് ആണ് നമുക്ക് ബേക്കറി സാധനങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ബേക്കറി സാധനങ്ങൾ കഴിച്ചു, അതനുസരിച്ച് നിങ്ങൾ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പണ്ടൊക്കെ ബ്രെഡ്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ബ്രെഡ് വളരെ സാധാരണമായിരുന്നില്ല. കാരണം നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആകുമ്പോഴാണ് ചിലപ്പോൾ ബ്രെഡൊക്കെ കിട്ടുന്നത്. അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയിരുന്നില്ല. എന്നിരുന്നാലും ഒരു ബ്രെഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഈസി ഡൈജസ്റ്റ് ആവും. അതിനെ പറഞ്ഞാൽ ഹൈ ഗ്ലൈസീമിക് എന്ന് പറയും. ഹൈ ഗ്ലൈസിമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച് നമ്മുടെ സ്റ്റൊമക്ക് ചെല്ലുമ്പോൾ തന്നെ അത് ഷുഗറായി കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യും പെട്ടെന്ന്. അതാണ് ഹൈ ഗ്ലൈസീമിക് എന്ന് പറയുന്നത്. ഇത് മൈദ പോലുള്ള എല്ലാം ഹൈ ഗ്ലൈസീമിക് ആണ്. അതേസമയം നാര് കലർന്ന നമ്മൾ കാർബോഹൈഡ്രേറ്റ് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് പതുക്കെയാണ് നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്നത്. അപ്പൊ അത് ഹൈ ഗ്ലൈസിമിക് അല്ല. അതുപോലെ അരി എന്ന് പറയുന്നതും അതിനകത്ത് തവിടടങ്ങിയതായിരുന്നു ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് റിപ്പീറ്റഡ്ലി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഭക്ഷണം, മരുന്ന് വരെ കെമിക്കൽസ് ആണ്. ഇതൊന്നും നാച്ചുറൽ ആയിട്ടുണ്ടാകുന്നല്ല, കെമിക്കൽസ് ആണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം മാനേജ് ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഹാർട്ടിന് ഒരു പ്രശ്നം വന്നയാള് ആ ഹാർട്ട് ഡിസീസ് മാറി ഹെൽത്തി ഹാർട്ടിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. നമ്മൾക്ക് പാൻക്രിയാസിന് വരുന്ന നമ്മളുടെ ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖം, അതെന്ന് വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടിന്യൂസ്ലി ഒന്നല്ലെങ്കിൽ ഇൻസുലിനിലേക്ക് പോകും. ഇൻസുലിനൊക്കെ ഒന്നും ഇപ്പോൾ വേണ്ട, മെഡിസിൻ കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് അതൊരു കെമിക്കലാണ് നമ്മൾ കഴിക്കുന്നത്. അതേസമയം ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നാച്ചുറൽ ആയിരുന്നു. അപ്പൊ വൺസ് അത് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്ത് സ്ഥിരമായിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ ഇൻസുലിൻ കുത്തിവെച്ച് നമുക്ക് ചെയ്യും. ഈ പറയുന്ന ഡയബറ്റിക് തന്നെ പലതരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലേക്ക് ഷുഗർ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത, എന്തിനാണ് അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലുള്ള ഷുഗറും ഓക്സിജനും ചേർന്ന് ബേൺ ചെയ്തിട്ടാണ് അത് നമ്മളുടെ ശരീര കോശങ്ങളിലേക്ക് എത്തുന്നത്. അതിന്റെ കൂടെ ഇൻസുലിൻ ആണ്, ഞാൻ പറഞ്ഞു, നമ്മുടെ ഓരോ കോശത്തിലും ഒരു അടുപ്പ് പോലെ, ഒരു ബർണർ പോലെ ഉണ്ട്. ആ ബർണറിലേക്കാണ് ഇത് ചെല്ലുന്നത്. പക്ഷെ ഇൻസുലിൻ ചെന്നിട്ട് വേണം ഈ ബർണറിന്റെ വായു തുറക്കാൻ. ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിലേക്ക് നമ്മുടെ ഗ്ലൂക്കോസും ഓക്സിജനും ചെന്ന് ബേൺ ചെയ്യാൻ സഹായിക്കുക. മൈറ്റോകോൺട്രിയ എന്നാണ് അതിന് ടെക്നിക്കലി പറയുന്നത്. ആ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സാധനം ആ കോശത്തിന്റെ ഒരു ഡോറാണ്. ആ ഡോറ് തുറന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ഷുഗറും ഓക്സിജനും ചേർന്ന് ബേൺ ചെയ്തിട്ടാണ് നമ്മൾക്ക് എനർജി ലഭിക്കുന്നത്. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് ഇത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കൂടുന്നത്. ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്കറിയാം, വളരെ ചെറുപ്പത്തില് നമ്മളൊക്കെ ഈ വാഷ്റൂമൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു. വാഷ്റൂമൊന്നും അത്ര കോമൺ ആയിരുന്നില്ല. ആ സമയത്ത് ആണുങ്ങളെല്ലാം ഈ വിസർജിച്ചിരുന്നത് പറമ്പിലായിരുന്നു. അപ്പൊ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു കോർണർ ആയിരിക്കും ഇതിന് കണ്ടുപിടിക്കുന്നത്. ആ കോർണറിൽ പണ്ട് ഞാൻ ശ്രദ്ധിച്ചു, ഇത് സയൻസ് മനസ്സിലാക്കിയതിന് ശേഷമാണ് അന്ന് ചെറുപ്പത്തിൽ കണ്ട കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എവിടെയൊക്കെ ആളുകൾ മൂത്രം ഒഴിക്കുന്നോ അവിടെ ഒരു കറുത്ത ഉറുമ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രായമുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ആ ഉറുമ്പ് വരുന്നുണ്ട്. ആ ഉറുമ്പിന് ഷുഗർ
ഉള്ളതുകൊണ്ടാണ്, ഷുഗർ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് മുൻപ് വന്നിരുന്നത്. പക്ഷെ അത് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഷുഗർ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം നാച്ചുറലായിട്ട് ആ ഷുഗറിനെ പുറന്തള്ളാൻ സഹായിച്ചിരുന്നു. പക്ഷെ എന്താണ് നമ്മളെ മെഡിക്കൽ സയൻസ് ചെയ്തത്? ഞാൻ മെഡിക്കൽ സയൻസിനെ കുറ്റം പറയാമെന്ന് നിങ്ങൾ കരുതരുത്. ആ മെഡിക്കൽ സയൻസ് ചെയ്തത് ഈ മൂത്രം ടെസ്റ്റ് ചെയ്തതിന് ശേഷം, യൂറിൻ ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് ഷുഗർ കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞ്, അത് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിന്റെ കഴിവ്. അന്നൊക്കെ നല്ല ഹെൽത്തി ആയിരുന്നു ആളുകൾ. ആ ഹെൽത്തി ആയിരുന്ന ആളുകളുടെ ശരീരത്തിൽ ഷുഗർ കൂടുമ്പോൾ അത് പുറന്തള്ളിയിരുന്നു. ആ പുറന്തള്ളിയിരുന്ന് അത് ശേഖരിച്ച് ടെസ്റ്റ് ചെയ്ത് ഷുഗർ കണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഡയബറ്റിക് ആണെന്ന് പറഞ്ഞാൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ആ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ആ മെഡിസിനാണ് പിന്നെ നിങ്ങളുടെ പാൻക്രിയാസിനെ ഡാമേജ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതാണ്. ഇതൊന്നും നമുക്ക് തിരുത്താനോ അല്ലെങ്കിൽ അതിനുവേണ്ടി വെല്ലുവിളിക്കാനോ ഒന്നും അല്ല പറയുന്നത്. നമ്മളുടെ കയ്യിലാണ് നമ്മുടെ ആരോഗ്യം. അപ്പൊ സയൻസിന്റെ ഒപ്പം നമ്മളും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ അത് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ്, ബ്ലഡിൽ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ പിന്നെ അത് സ്ലോലി ബ്ലഡ് പ്രഷറിലേക്ക് എത്തി. പിന്നെ ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻ കഴിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷുഗർ കുറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പിന്നെ ബ്ലഡ് പ്രഷറിലേക്ക് പോയപ്പോൾ പിന്നെ അതിന്റെ മെഡിസിനായി. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഒരു മാഡം ഉണ്ടായിരുന്നു. ആ മാഡം പറയുന്നത് 10-20 ടാബ്ലറ്റ്സ് ഓരോ ദിവസം കഴിക്കുന്നു. ആ സ്ഥിതിയിലേക്ക് നമ്മൾ പോകണം. അപ്പൊ നമ്മൾ എന്ന് ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. ലോകം ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാനും അതിന്റെ ഒപ്പം അങ്ങ് പോകുമെന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. 20% ആൾക്കാർ ഇതെല്ലാം മനസ്സിലാക്കി വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തിനുള്ളിലുള്ള ടോക്സിൻ എന്നാണ് ദഹന പ്രശ്നങ്ങൾ, യൂറിക് ആസിഡ്, പല ജോയിന്റ് വേദന, അമ്ലത, ഇതെല്ലാം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ശരീരത്തിലെ ടോക്സിനാണ്. ആ ദഹന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഇതാണെന്ന് നമുക്കറിയാം. ഇനി ബാക്ടീരിയ, വൈറസ്, ഇതൊരു ടോക്സിനാണ്. ആ ടോക്സിന്റെ പല എന്താണ്, നമുക്ക് ഇൻഫെക്ഷൻ വരുന്നു, ജ്വരം വരുന്നു, ഓരോ അസുഖങ്ങൾ വരുന്നു. ഇത് ബാക്ടീരിയ, അത് പുറമേ നിന്ന് കടക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി, കുടിക്കുന്ന വെള്ളത്തിൽ കൂടിയൊക്കെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത്. ഇതും വളരെ പല ഇൻഫെക്ഷനും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പിന്നെ അഗെയിൻ പല വൈറസുകൾ വരാൻ തുടങ്ങി എന്നുകൂടി മനസ്സിലാക്കാം. ഇനി മാനസികമായിട്ടുണ്ടാകുന്ന, നമ്മുടെ ഇന്റേണലി ഉണ്ടാകുന്ന ടോക്സിൻ എന്തൊക്കെയാണ്? ആ ടോക്സിൻ സ്ട്രെസ് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു, ഓരോ സമയത്ത് സ്ട്രെസ് വരുമ്പോൾ ഒരു ടൈപ്പ് കെമിക്കൽ ഉണ്ടാകുമ്പോഴാണ് പേടി വരുന്നത്, ചില കെമിക്കൽ ഉണ്ടാകുന്നതാണ് കോപം വരുന്നത്, ദേഷ്യം വരുന്നത്. ഇതൊക്കെ ഓരോ തരത്തിലുള്ള കെമിക്കൽ നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് പല പ്രാവശ്യം ഞങ്ങളോട് പറയുന്നു. ഒന്നുകൂടി പറയാണ്. അതിന്റെ ഫലം എന്താണ്? നമ്മൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു, ഉറക്കക്കുറവുണ്ടാകുന്നു, മനസ്സ് വിഷമിക്കുമ്പോൾ ശരീരവും വിഷമാവും. മനസ്സിലെ വിഷം അതെന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന കാര്യമാണ്. ഈ കെമിക്കൽ മനസ്സിലുണ്ടാകുന്ന, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ പറയുന്ന ടോക്സിൻ ഉണ്ടാകുന്നത്. ആ ടോക്സിൻ നമ്മുടെ ശരീരത്തിനെയും ബാധിക്കുന്നുണ്ടോ? പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ജീവിത ശൈലി ടോക്സിനാണ്. വ്യായാമം ഇല്ലായ്മ, ഉറക്കക്കുറവ്, ഷാലോ ബ്രീത്തിങ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ആണ് ശരിയായത്. ഇപ്പൊ എല്ലാം വരുന്നത് നമ്മൾ ശരിയായ ബ്രീത്ത് ചെയ്യാത്ത, ഇതൊരു സൈക്കിളാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അപ്പൊ നന്നായിട്ട് ബ്രീത്ത് ചെയ്തിരുന്നു, ശരീരത്തിന് ഓക്സിജൻ കിട്ടിയിരുന്നു. അപ്പോൾ ആളുകൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. പണി കുറേ അധികം നല്ല ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ആരും അതുകൊണ്ട് വിഷമം പറഞ്ഞിട്ടില്ല. ആ ഒരു വിഷമം, നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോഴേ ആ ഹാർഡ് വർക്ക് നമ്മളെ വളരെയധികം ഗുണം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾക്ക് ഹാർഡ് വർക്ക് ഇപ്പോൾ കുറഞ്ഞതിന്റെ കാരണം നമ്മൾ പല രീതിയിലുള്ള നമ്മുടെ ലൈഫ് ഈസി ആക്കാനുള്ള പല കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മൾ ലൈഫ് ഈസിയായി. അപ്പൊ നമ്മൾ ഹാർഡ് വർക്കിന്റെ ആവശ്യമില്ലാതെ, പക്ഷേ അതൊരു ഷോർട്ടേജാണ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഷോർട്ടേജാണ്. ആ വ്യായാമം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നമ്മൾ വളരെ ഈസി ആയി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിയത്. ഇനി ആഴത്തിലുള്ള ചില സത്യങ്ങൾ പറയാണ്. രോഗം ഓരോ ദിവസം വരുന്നതല്ല, നമുക്കറിയാം. ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും പെട്ടെന്നുണ്ടാകുന്നതല്ല. ടോക്സിൻ അടിഞ്ഞുകൂടി ആണ് രോഗം വരുന്നത്. ശരീരം അതിന് സിഗ്നൽ നൽകുന്നുണ്ട്. എന്താണ്? നമുക്ക് ക്ഷീണം വരുന്നു, ഉറക്കം പ്രശ്നം വരുന്നു, വേദന. പക്ഷെ നാം അവഗണിക്കുന്നു. നമ്മൾ അവഗണിക്കുന്നു എന്ന് പറയുന്നില്ല. നമ്മൾ ഒരു സിഗ്നൽ കിട്ടുമ്പോൾ ആ രോഗം എന്താണെന്ന് അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കാതെ ഉടനെ പോയി ഹോസ്പിറ്റലിൽ പോയി അതിന് മെഡിസിൻ കഴിക്കുന്നു. ആ മെഡിസിൻ എന്താണ്? കെമിക്കലാണ്. ഒന്നും നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നില്ല. അത് ആയുർവേദത്തിലുണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആയുർവേദവും ഈ പറഞ്ഞ മാതിരി കെമിക്കൽസ് ഉണ്ട് പലതും. അത്ര സത്യസന്ധമായിട്ടുണ്ടാക്കുന്ന ആയുർവേദ മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇതൊന്നും
പണ്ട് കുടുംബത്തില് വലിയ കാലത്തിലൊക്കെ ആയിരുന്നു കഷായം ഉണ്ടാക്കിയിരുന്നത്. അത് അപ്പം ഉണ്ടാക്കുക, അന്ന് അത് എക്സ്പയർ ആവുന്നതിന് മുമ്പൊക്കെ അത് കഴിച്ചിരുന്നപ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിനാണെങ്കിലും നമുക്ക് പേടിക്കേണ്ടതായിട്ട്, അത് പ്രിസർവേറ്റീവ് കൊടുത്താൽ മാത്രമേ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി പരിഹാരം എന്താണ്? ഇതൊക്കെ പ്രശ്നമാണ്. നമ്മൾ പ്രശ്നങ്ങൾ മാത്രമല്ല പറഞ്ഞുകൊണ്ട് നമ്മൾ പരിഹാരം തേടാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ലളിതമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ശുദ്ധജലം കുടിക്കുക, പ്രകൃതിദത്തമായ ഭക്ഷണം, ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം ചെയ്യുക, വ്യായാമം, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇന്ന് കുറച്ച് ചലഞ്ചൊക്കെ തരുന്നുണ്ട്. വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ നല്ല രീതിയിൽ എങ്ങനെ നമ്മുടെ ശരീരത്തിന് ഓക്സിജൻ ഒന്നാമത്, രണ്ടാമത്തെ വെള്ളമാണ്, ബാക്കി പിന്നെ ഭക്ഷണമൊക്കെ പിന്നീടാണ് വരുന്നത്. സോ നമ്മുടെ ശരീരം ദുർബലമല്ല, അത് ഓവർലോഡ് ആയതാണ് പ്രശ്നം. നമ്മുടെ ശരീരത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന വരെ നല്ല സ്ട്രോങ് ആണ്. പ്രകൃതി നമുക്ക് ആ രീതിയിലുള്ള ശരീരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പണ്ട് ഇപ്പോൾ ഉള്ള മുത്തച്ഛന്മാരൊക്കെ എന്തുകൊണ്ട് 90 വയസ്സും 100 വയസ്സൊക്കെ ക്രോസ് ചെയ്യുന്നു? അവർ അന്ന് കഴിച്ച ഭക്ഷണം, അന്ന് അവർ ജോലി ചെയ്തതിന്റെ കാരണം കൊണ്ടാണ് അവർ വളരെ സ്ട്രോങ് ആയിട്ടിരുന്നത്. അന്നൊക്കെ എനിക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ചക്ക എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ഫുഡായിരുന്നു. ഇപ്പൊ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡായി. കാരണം ഇപ്പോഴാണ് അത് കണ്ടുപിടിച്ച ചക്കയിലുള്ള ഗുണങ്ങളെല്ലാം. പക്ഷെ ഞങ്ങള് പറയാറുണ്ട്, അത് ഇപ്പൊ കണ്ടുപിടിച്ചതാണ്. നമ്മൾ കുട്ടികൾക്ക് ഹോർലിക്സ് വാങ്ങി കൊടുക്കുക. ആ ഹോർലിക്സിന്റെ ബേസ് എന്ന് പറയുന്ന ചക്കയാണ്. ചക്ക പൊടിച്ചതാണ് അതിന്റെ ബേസ്. പക്ഷെ അതെല്ലാം പ്രോസസ് ചെയ്താണ്. അതേസമയം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചക്ക, പച്ച ചക്കയോ അല്ലെങ്കിൽ അതിനൊന്നും കളയാതെ കുരുവോ അതിനകത്തുള്ള ഒരു നാര് പോലുള്ള ചൗടി എന്നാണ് ഞങ്ങൾ പറയുന്നത്, അതും ഇതെല്ലാം കൂടെ കൂടി അതിലുള്ള റിച്ച്നെസ് എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് വേറെ ഒന്നിനും കിട്ടില്ല. കാരണം ഈ പ്ലാവ് അല്ലെങ്കിൽ ഈ ചക്ക മരം എന്ന് പറയുന്ന അതിന്റെ വേര് വളരെ ഡീപ്പായിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് മിനറൽസും ഉണ്ട്, വളരെയധികം വൈറ്റമിൻസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫൈബറും ഉണ്ട്. വളരെ ഹെൽത്തി ആണെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചു. സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇപ്പൊ അത് സെർവ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ കപ്പ എന്ന് പറയുന്നത്, അതായത് കൊള്ളി എന്നൊക്കെ ചിലടത്ത് പറയും, അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ, പക്ഷെ അതിനകത്ത് നാരുണ്ടായിരുന്നു. ഈ നാരാണ് നമ്മുടെ ചെറുകുടലും വൻകുടലും ഒക്കെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നത്. ഇപ്പൊ പല ആളുകളുടെയും ആമാശയം മുതൽ എല്ലാ ഇതിലേക്കും ചെന്ന് കഴിഞ്ഞാൽ, വൻകുടലാണെങ്കിൽ ചെറുകുടലാണെങ്കിലും അവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യുന്നത്. പലരുടെ ശരീരത്തിന്റെ ഈ കെമിക്കൽസ് കഴിച്ച ഈ പറയുന്ന പോർഷന്റെ ഭിത്തിയെല്ലാം, ആമാശയത്തിന്റെയും ചെറുകുടലിന്റെയും വൻകുടലിന്റെയും ഭിത്തിയെല്ലാം ബ്ലോക്ക് ആയിരിക്കുക. പലരുടെയും ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി ഒരു കഴിക്കുക, പുറത്തേക്ക് പോകുക. അതാണ് ടോക്സിൻ നീക്കിയാൽ തന്നെ നമുക്ക് ആരോഗ്യവും സന്തോഷവും തിരിച്ചു വരും. ഇന്ന് തന്നെ തുടങ്ങുക. നമ്മളൊരു ചലഞ്ചായിട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇത്. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ചലഞ്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, അതിനകത്തുള്ള ആ ചലഞ്ചിലേക്ക് നമുക്ക് പോകാം. എന്താണ്? നമ്മൾ ആദ്യമേ ഓക്സിജൻ നിങ്ങൾക്ക് ഇപ്പൊ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്നു. നിങ്ങൾ വ്യായാമം കൂടി ചെയ്യണം, ഫിസിക്കൽ എക്സർസൈസ് ചെയ്യണം, ജോയിൻസിന്റെ എക്സർസൈസ്. നമ്മളിപ്പോൾ അപ്പർ ബോഡിക്ക് മാത്രമാണ് ഒരു ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കുന്നുള്ളൂ. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. കുറച്ചൊക്കെ ഒന്ന് മൂവ് ചെയ്യാൻ, നമ്മൾക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ചെറുപ്പക്കാർ, ജോലി ചെയ്യുന്ന ആളുകൾക്ക് സമയമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾക്ക് ഈ സ്നാക്സ് കഴിക്കുന്ന അല്ലെ സ്നാക്കിംഗ് എക്സർസൈസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വരെ നമുക്കുണ്ട്. ആ സ്നാക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യുന്ന സമയത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ കാഫ് മസിൽസിന് ചെയ്യാവുന്ന എക്സർസൈസുകൾ, അതുപോലുള്ള എക്സർസൈസ് ഒക്കെ നമ്മൾ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അവർ ഓഫീസിൽ ഇരുന്ന് ചെയ്യാം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ അവർ ഈ പ്രോഗ്രാംസ് ആളുകളെ കൊണ്ടുവന്ന് അത് പഠിപ്പിച്ച് അവർ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. കണ്ണിനുള്ള എക്സർസൈസ്, കഴുത്തിനുള്ള എക്സർസൈസ്, അവരുടെ കാലിന്റെ മസിൽ, നമ്മുടെ അരയ്ക്ക് കീഴോട്ടുള്ള മസിൽസ്. ഇപ്പൊ നമ്മുടെ കാഫ് മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, കാഫ് മസിൽസ് പറഞ്ഞാൽ തുടയ്ക്ക് താഴെയുള്ള മസിലാണ്. അത് സെക്കൻഡ് ഹാർട്ടാണ്. ഹാർട്ടിനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആ മസിലും ആക്ടിവേറ്റ് ചെയ്യുന്ന എക്സർസൈസ് നമ്മൾ ചെയ്യണം. അപ്പൊ രാവിലെയുള്ള എക്സർസൈസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ബാലൻസിങ് ശരിയാക്കാൻ സഹായിക്കും. നിങ്ങളിപ്പോൾ പ്രായമുള്ളവരാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് ഒരു ഉറച്ച കസേര എടുത്തു പോയിട്ട് അപ്പർ ബോഡി എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. കുറച്ചൊക്കെ നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യുക. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നിങ്ങൾ അരകാലിനുള്ള എക്സർസൈസ് പ്രോഗ്രാമിൽ ചെറുതായിട്ട് ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെറുതായിട്ട് ചെയ്താൽ മതി. അവർ കാണിക്കുന്ന എല്ലാം ചെയ്യേണ്ട. ഒരു എക്സർസൈസ് അവർ 20 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ 5 പ്രാവശ്യം ചെയ്താൽ മതി. സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ചെറിയ മൂവ്മെന്റ്. ഈ മൂവ്മെന്റ് പോലും നിങ്ങളൊരു ദിവസവും ചെയ്യുന്ന ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ എത്തണം. അതാണ് ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്ന നമ്മുടെ വെള്ളം കുടിക്കുന്ന 3 ലിറ്റർ ഒരു ദിവസം കിട്ടും. എത്ര പേര് ഇതിനകത്ത് എത്ര പേരുണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ
ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 1 ലിറ്റർ വെള്ളം കുടിക്കുന്നവരെ എത്ര പേരുണ്ട്? നിങ്ങൾ ഇനി അൺമ്യൂട്ട് ചെയ്തോളൂ. എന്റെ സെഷൻ ഇത് കഴിഞ്ഞെങ്കിലും നമുക്ക് നേരിട്ട് സംസാരിച്ചുകൊണ്ട് പറയാം. രാവിലെ ഏറ്റവും നല്ല വെള്ളം എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളം, വാം വാട്ടർ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി അതിനകത്ത് ടെർമറിക്, മഞ്ഞളിന്റെ ഒരു പിഞ്ച്, ഒരു ചെറിയൊരു ടീസ്പൂണിന്റെ ഒരു അറ്റത്ത് വരുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റി മഞ്ഞൾപ്പൊടി ഇടുക. ഒരു ചെറുനാരങ്ങ വലുതാണെങ്കിൽ ഹാഫ് മതി, ചെറുതാണെങ്കിൽ ഒരു ഫുൾ നാരങ്ങ. ഇപ്പോൾ നല്ല കോസ്റ്റ്ലി ആണ്. ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂത്രത്തിലെ കല്ല് വരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ അതും പിഴിഞ്ഞൊഴിക്കുക. ഒരു ടർമറിക്ക് കുറച്ചൊഴിക്കുക. 1 ടീസ്പൂൺ ഹണി, തേനും കൂടി മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സിപ്പ് ചെയ്ത് ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ കുടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് തരുന്ന അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത്. ബ്രീത്തിങ് എക്സസൈസ് ഒരു ചലഞ്ചാണ്. ഫിസിക്കൽ എക്സസൈസ് ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക. ഞാൻ പറയുന്ന പല ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അറ്റ്ലീസ്റ്റ് മരിക്കാനെങ്കിലുള്ള ഹെൽത്ത് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. മരിക്കാനെങ്കിലും അതെന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നു പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ. നിങ്ങൾ ചെറുപ്പക്കാരുടെ ക്ലാസ്സിൽ ഞാനിത് പറയാറില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രീതിയിലേക്ക് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് മൂവ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാം, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. ഇനി ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഈ പറയുന്ന നമ്മുടെ ഫുഡിലൊന്നും കിട്ടാത്ത പല കാരണം സപ്ലിമെന്റ്സ് ആയിട്ട് അവൈലബിൾ ആണ്. അത് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടുന്ന പല സപ്ലിമെന്റ്സും കെമിക്കലാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ടാക്കുന്ന പല സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് അതും കെമിക്കലാണ്. ഇപ്പോൾ വൈറ്റമിൻസോ മിനറൽസോ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഒന്നും യഥാർത്ഥത്തിലുള്ള നാച്ചുറൽ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന വൈറ്റമിൻസും മിനറൽസും അവൈലബിൾ ആണ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമ്മൾക്ക് ഫുഡിൽ നിന്ന് കിട്ടില്ല. എത്ര പേര് ഒരു 2 കപ്പ് സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിക്കുന്ന എത്ര പേരുണ്ട് എന്നൊന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്.